വിദേശത്ത് ഞാനും കുറേ പോയതാണ്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങനെ കുറേ വിസിറ്റ് വന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല. പെരേരയുടെ ഗൾഫ് പോകാൻ ആ ടൈം പഠിച്ചു. എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ നന്നായി പോട്ടെ. പെരേര വേറെ ലെവലാണ്. ഭയങ്കര റീച്ചും 15 വർഷം ബിഗ് ബോസ് പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. ഇതാണ് കയറാൻ സാധ്യതയുണ്ട്. അത് കയറിയില്ലെങ്കിൽ പുള്ളി പലർക്ക് ഇടപെടണമെന്ന് പറയണം. പിന്നെ അനശ്വരാജും പറയണ്ടല്ലോ, നല്ല ഭാവിയിൽ ഉർവശി മേടങ്ങും മഞ്ജു വരെ ആരെങ്കിലും വരുന്ന അടിയാണ്. ഗൾഫ് പോകാൻ ആ ടൈം പഠിച്ചു. പിന്നെ ഇന്നാൾ ബാങ്കോക്കിൽ പോകുന്നു പറഞ്ഞു 5 അതും പോയി. ഇത് എന്ന് നടക്കണില്ല. എനിക്ക് പറയണ്ടേ 22 ബഹ്റിൻ ട്രിപ്പ് ഉണ്ട്. അത് നടക്കുമെന്ന് അറിയില്ല. പറഞ്ഞു പറ്റിക്കാനാണെന്ന് അറിയില്ല. എന്തായാലും പെരേര ഇപ്പോൾ റിവ്യൂവിൽ വിട്ടു, വണ്ടതിൻ്റെ തിയേറ്റർ വിട്ടു. പുള്ളി ഇപ്പോൾ കല്യാണ മാർക്കറ്റ് അങ്ങനെയാണ് പോകുന്നത്. എനിക്കിപ്പോൾ ഇഷ്ടം റിവ്യൂവിനാണ്. റിവ്യൂവിന് കാശ് കിട്ടുന്നെങ്കിൽ റിവ്യൂയുടെ എഫക്റ്റ് കല്യാണ മാർക്കറ്റ് പോയാൽ കിട്ടില്ല. പിന്നെ രേണു സുധിയിൽ കമ്പൈൻ ചെയ്യുന്നു. നല്ല കോമ്പിനേഷനാണ് അവർ. എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ നന്നായി പോട്ടെ. പെരേര വേറെ ലെവലാണ്. ഭയങ്കര റീച്ചും വേറെ ലെവലാണ്. റിവ്യൂവിൽ വിട്ടിരിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അഭിനയിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പെരേരയായിട്ട് അഭിനയിച്ച് നല്ല റീച്ചുണ്ട്. ഇൻസ്റ്റയിൽ നല്ല റീച്ചാണ്. പെരേര ഓരോ ചവിട്ടി വരും. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ കയറാൻ സാധ്യതയുണ്ട്. റിവ്യൂവിലെ പുള്ളി തുടങ്ങിയ സ്ഥലമാണ്. അത് വിട്ടുപോയി. ഇപ്പോൾ പഴയ പന്തയിൽ ഇപ്പോൾ റിവ്യൂ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. 15 വർഷം ബിഗ് ബോസ് പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. ഇതാണ് കയറാൻ സാധ്യതയുണ്ട്. അത് കയറിയില്ലെങ്കിൽ പുള്ളി പലർക്ക് ഇടപെടണമെന്ന് പറയണം. എന്തായാലും പുള്ളിക്ക് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കയ്യിൽ പൈസ ഒന്നും നിൽക്കുന്നില്ല. പലരും കൊണ്ടുപോകാണ്. എന്തായാലും പുള്ളിക്ക് നല്ല റീച്ചാണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഇപ്പോൾ പെരേരയ്ക്കാണ്. എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. നല്ല കാശിലാണ്. 36 കല്യാണ ഫംഗ്ഷന് പോയി. പക്ഷേ എനിക്കിതുവരെ കാശ് തന്നിട്ടില്ല. ആൾ വേറെ ലെവലായാലോ. കല്യാണ മാർക്കറ്റ് എനിക്ക് പണ്ട് കുറേ ഈ ഉദ്ഘാടനം പണ്ട് വരികയായിരുന്നു. ഞാൻ പോകാതിരുന്നതാണ്. കല്യാണ മാർക്കറ്റ് പുള്ളിയാണ് പിടിച്ചിരിക്കും. പിന്നെ ബർത്ത്ഡേ വിഷല്ലേ 2-3 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. ബർത്ത്ഡേ വിഷം 3000-2000 എനിക്ക് കിട്ടാറുണ്ട്. പെരേരയും കിട്ടാറുണ്ട്. പെരേര ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്ന പുറകെയാണ്. പക്ഷേ ഒന്നും സേവ് ചെയ്യുന്നില്ല. എല്ലാം കൊണ്ട് ചിലവാക്കി കളിയാണ്. ഒരു സാമ്പത്തിക കച്ചവടം പുള്ളിക്കില്ല. ഞാൻ കണ്ട വെസ്റ്റേൺ സമയത്ത് ബന്ധുമിത്രാദികൾ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം ഇഷ്ടപ്പെട്ടു. നല്ല പടം. നല്ലൊരു ലാഗില്ലാത്ത ഫീൽ ഗുഡ് മൂവിയാണ്. അത് PR ഉണ്ണികൃഷ്ണൻ ചേർന്നാണ്. പുള്ളി റിവ്യൂ ഞാൻ തുടങ്ങുന്ന സമയത്തേ ഉള്ളതാണ്. ഇടയ്ക്ക് വരാറുണ്ട്. പുള്ളിയെ പ്രശ്നമില്ല. അങ്ങനെ ഇടയ്ക്ക് ഇണങ്ങും പിണങ്ങും. അത് പ്രശ്നമൊന്നുമില്ല. പുള്ളി ഒരു സീനിയർ ആളാണ്. ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ള ആളാണ്. സിനിമ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ജൂനിയർ ആർട്ടിസ്റ്റൊക്കെയാണ്. റിവ്യൂ തുടങ്ങി ഞാനാ വൈറലായിരുന്നു. പക്ഷെ പുള്ളി നേരത്തെ റിവ്യൂ കൊടുക്കണ്ടായിരുന്നു. അതുകഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ടാണ് പെരേര ഇങ്ങനെ കുറേ ആൾക്കാർ വന്നത്. കഴിഞ്ഞാണ് ചോട്ടമുമ്പോഴേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നു. അത് വരട്ടെ. എല്ലാവർക്കും നമ്മൾ മാത്രമല്ല, എല്ലാവരും വരട്ടെ. ഇപ്പം എന്തായാലും എല്ലാ അണ്ണന്മാരും പുറത്താക്കിയിരിക്കുകയാണ്. വളരെ കുറച്ച് അണ്ണന്മാരേ ഉള്ളൂ. പുതിയ ആൾക്കാർ വരിക. ഒരു വുമൺ റിവ്യൂർ വന്നിട്ടില്ല. ആണെങ്കിലാണ് മുഴുവൻ റിവ്യൂണ്. ഒരു പെൺകുട്ടിയെ റിവ്യൂ ആയിട്ട് വരുന്നു. നിൽക്കുന്നില്ല. കുറേ നാൾ നിൽക്കുന്നില്ല. ആണെങ്കിലും പിന്നെ നിൽക്കും. പുരുഷാധിപത്യം നടക്കുക. ചോദ്യം ചോദിക്കാം. ഞാൻ വെസ്റ്റേൺ സമേതം ബന്ധുമിത്രാദികൾ എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല. ഒരു സെൻറ്റിമെൻറ്റ്സ് ഉള്ള മൂവിയാണ്. ഫാമിലി പടമാണ്. പിന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റാണ് ഉഗ്രനാണ്. ലാഗൽ സംഭവം ഒട്ടുമില്ല. നല്ല ഒരു യൂത്തിനെക്കാട്ടും ഫാമിലി ഫിലിമാണ്. പിന്നെ അസീസിലെ ക്ലൈമാക്സ് തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലുള്ള മെസ്സേജ് ഉണ്ട്. പിന്നെ അനശ്വരാജും പറയണ്ടല്ലോ, നല്ല ഭാവിയിൽ ഉർവശി മേടങ്ങും മഞ്ജു വരെ ആരെങ്കിലും വരുന്ന അടിയാണ്. മല്ലിക സുബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബൈജു ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ലാഗൊന്നും സംഭവമൊന്നുമില്ല. വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല. എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ബോറടിക്കാത്ത മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഹിറ്റാവേണ്ട മൂവി തന്നെയാണ്. നല്ല സ്ക്രിപ്റ്റാണ്. എന്നോട് ആക്ടർ നോബി നേരത്തെ പറഞ്ഞത് സ്ക്രിപ്റ്റ് ആളാണ്. അതുകൊണ്ട് ഞാൻ കണ്ടത്.